മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള കുട്ടികളിൽ നിന്ന് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മുമ്പൊരു അപേക്ഷ നമ്മുടെ ഗ്രൂപ്പ് ഡിയിലേക്ക് റെയിൽവേ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാസം മുമ്പ് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യം ഏകദേശം ഒരു മാസം വരെയാണ് ഇതിന് അപേക്ഷിക്കാനുള്ള സമയം റെയിൽവേ നൽകുന്നത്. സോ ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങൾ മാത്രം നോക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഇതിന് മുമ്പ് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലഭിക്കാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു, ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നില്ല, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഏകദേശം സാധ്യത കാണുന്നുണ്ട്. ഒരു അപ്ഡേറ്റും കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഒരു നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സൈറ്റിൽ കൺഫേം ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ സൈറ്റിൽ കയറി നോക്കുമ്പോൾ നാളെ തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കാണിക്കുന്നത്. 2/3/2026 തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് കാണിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ ഞാൻ നേരെ നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട്, വാട്സപ്പ് ചാനലിലെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് നിന്നാൽ മതി. എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കാൻ വാട്സപ്പ് ചാനലിന് പറഞ്ഞൊരു ലിങ്ക് താഴെ ലഭിക്കും. അതിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് 31 ജാനുവരി 2026 ഒരു മാസത്തിൽ കൂടുതൽ ഏകദേശം നമുക്ക് അപേക്ഷിക്കാൻ സമയം ലഭിക്കുന്നുണ്ട്. ഏകദേശം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 2/3/2026 നാളെയാണ്. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറപ്ഷൻ വിൻഡോയുടെ ലാസ്റ്റ് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തുടക്കം ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും എടുത്ത് ആവർത്തിക്കാത്തത്. ഇത് ചിലപ്പോൾ മാറും. പുതിയൊരു ഡേറ്റ് വരികയാണെങ്കിൽ ഈ ഡേറ്റുകളിലൊക്കെ, അതായത് പേയ്മെൻറ്റ് ലാസ്റ്റ് ഡേറ്റും അതുപോലെ തന്നെ കറപ്ഷൻ വിൻഡോവും മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ഇതിനെ അപേക്ഷിക്കുന്നവർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റാണ്. ഇനിഷ്യൽ സാലറി, അതായത് ബേസിക് പേ ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ അലവൻസും കാര്യങ്ങളും ലഭിക്കുമ്പോൾ ഇതിലും കൂടുതലായിരിക്കും സാലറി ലഭിക്കുക. നമ്മുടെ സെക്കൻഡറി ചാനലിൽ ഇതിൻ്റെ സാലറി സ്ട്രക്ചറിനെ കുറിച്ചിട്ട് എത്രയാണ് ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടുക അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ലൈഫ് ട്രാക്ക് മോട്ടീവിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 18,000 രൂപ ബേസിക് പറയുന്നത് കാണാൻ സാധിക്കും. 18 to 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 22,195 വേക്കൻസീസ് ആണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കാൻ മിനിമം യോഗ്യത 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ് ITI ഉള്ളവർക്ക് അപേക്ഷിക്കാം. അല്ലെങ്കിൽ 10 മാത്രം മതി. ITI ഉണ്ടെങ്കിൽ ITI ഉള്ളവർക്കും അപേക്ഷിക്കാം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കൃത്യമായിട്ടുള്ള ഏജ് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 18 to 33 പറയുന്നത് 2/1/1993 അതുപോലെ തന്നെ 1/1/2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചിട്ടുള്ള ജനറൽ EWSന് അപേക്ഷിക്കാം. ഇനി OBC ആകുമ്പം ഈ ഒരു ഡേറ്റും ഇതിനിടയിലും ജനിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. SC/ST ആകുന്ന സമയത്ത് ഈ ഒരു ഡേറ്റും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അതായത് OBCക്ക് 3 വർഷവും SC/STക്ക് 5 വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകുന്നുണ്ട് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ട്. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. എല്ലാവരും അടച്ചിരിക്കണം. അതിൽ ആദ്യഘട്ട പരീക്ഷ എഴുതുന്ന സമയത്ത് 400 രൂപ ഫസ്റ്റ് CBT എക്സാം അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് കയറുന്നതായിരിക്കും. സമയം എടുക്കും, ഒറ്റയടിക്ക് തിരിച്ച് കയറില്ല. പരീക്ഷ എഴുതി പിറ്റേ ദിവസമൊന്നും കയറില്ല, അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ച് കിട്ടുന്നതായിരിക്കും. 400 ചെറിയൊരു ഡിഡക്ഷൻ ഉണ്ടാകും, ചെറിയ 2-3 രൂപയൊക്കെ പിടിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ 400 രൂപ തിരിച്ച് കയറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫീമെയിൽസ് അതുപോലെ SC/ST ഉദ്യോഗാർത്ഥികളിൽ അപേക്ഷിക്കുമ്പോൾ 250 രൂപ മാത്രമേ ഫീസ് വരുന്നുള്ളൂ. ആ മൊത്തം എമൗണ്ട് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ, ഫസ്റ്റ് ഫേസ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് തിരിച്ച് കിട്ടുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതായത് ആ ഫണ്ട് റീഫണ്ടബിൾ ആണ്. നമ്മൾ അടക്കുന്ന പരീക്ഷാ ഫീസ് റീഫണ്ട് ലഭിക്കുന്നതാണ്. ചെറിയൊരു 100 രൂപ പിടിച്ച് ബാക്കിയുള്ള തിരിച്ചു തരും. SC/ST ഫീമെയിൽസിന് ഫീസില്ല, മൊത്തം പരീക്ഷ എഴുതിയാൽ തിരിച്ചു തരും. പിന്നെ ഇതിൻ്റെ സിലബസ് ആണ് ഇവിടെ കാണുന്നത്. സോ സിലബസ് നിങ്ങൾക്ക് ഓരോന്ന് ഇവിടെ നോക്കി മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, നെഗറ്റീവ് മാർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അതുപോലെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നിക്കൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ടീമിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പിലേക്ക് പോകും. അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. വളരെ പെട്ടെന്ന് വേഗത്തിൽ വളരെ കൺവീനിയൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ട്. ഒരു ലിങ്ക് തായുണ്ട് നമ്മുടെ സ്റ്റോറിൻ്റെ. ആ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്താൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മലയാളത്തിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട്. ഇംഗ്ലീഷിൽ നമ്മുടെ ടീമിന് മെസ്സേജ് അയച്ചാൽ മതി. മലയാളത്തിലുള്ളതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ടിനാണെങ്കിലും ടീമിൽ മെസ്സേജ് അയച്ചാൽ മതി. സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പിന്നെ മുൻപ് ചെയ്ത വീഡിയോ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട ലിങ്ക്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇതാണ് ഇതിൻ്റെ ഓരോരോ പോസ്റ്റുകൾ. ഈ പോസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ സെക്കൻഡറി ചാനൽ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇത് വിശദീകരിച്ച കുറച്ചുകൂടി സമയം പോകുന്നതുകൊണ്ടാണ്. ഇവിടെ കാണാൻ സാധിക്കും എല്ലാ പോസ്റ്റിനും 18 to 33 വയസ്സ് വരെയാണ് പ്രായപരിധി. 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI അല്ലെങ്കിൽ അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള എന്ത് യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് സാരം. അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് താഴെ കേട്ടോ. പിന്നെ ഇതിൻ്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും എൻഡിൽ എത്രയാണ് വേക്കൻസീസ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേക്കൻസിൻ്റെ ഡീറ്റെയിൽസ് സൈറ്റിലും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ കയറുന്നിടത്ത് അവിടെ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ലഭിക്കുന്നതാണ്. സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. സോ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. എന്തെങ്കിലും ചേഞ്ചസ് ഇതിൽ വരികയാണെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് ചാനൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഓൾസോ പഠിക്കാനുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. താങ്ക്